ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അവലും നേന്ത്രപ്പഴവും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. ഈ സ്നാക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 1 കപ്പ് അവൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അവൽ നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചമ്പ അരിയുടെ അവലാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് കളർ അതില്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ആകുമ്പോൾ അതായത് ക്രിസ്പി ആവണം. ചെറിയൊരു മണമൊക്കെ വരും, അപ്പോൾ അതോടെ മതിയാക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതിനെ മിക്സി ജാറിലോട്ട് മാറ്റി ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു കറക്ക് കറക്കുമ്പോഴേ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരും. ഇപ്പോൾ അതേ പാൻ തന്നെ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ എള്ള്, കറുത്ത എള്ളാണെങ്കിൽ അങ്ങനെ, അല്ല വെളുത്ത എള്ളാണെങ്കിൽ ഏതെങ്കിലും ഒരു എള്ള്, പിന്നെ കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ഇടാം. കാഷ്യൂനട്ടോ ബാദാമോ എന്ത് വേണോ ഇടാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് ഇടാണ്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. 1 കപ്പ് അവലിന് 1 നേന്ത്രപ്പഴം ധാരാളം മതിയാവും. നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് അങ്ങനെ സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴത്തിൻ്റെ പാതി കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ 1 പഴം തന്നെയാണ് ചേർത്തത്. ഇത് നെയ്യിൽ അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നട്ട്സും പഴവും ഒക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ്, കുറച്ച് തന്നെയാണ്, 1/2 ഗ്ലാസ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ശർക്കര പാനിയിൽ ഈ പഴം ഒന്നുകൂടെ ഒന്ന് കിടന്ന് വേവണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1 പിടി തേങ്ങ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. എള്ളിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. പഴം അങ്ങനെ, ശർക്കര അങ്ങനെയാണ്, അയൺ സത്ത് അല്ലേ. സോ എല്ലാം കൊണ്ടും നല്ലൊരു ഹെൽത്തിയായ ഒരു പലഹാരമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ചെറു തീയിലിട്ട് വേണം, അതായത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അവൽ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഇളക്കി വരുമ്പോൾ നമുക്കൊരു ഉരുണ്ട പിടിക്കേണ്ട രീതിയിലുള്ള കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ശർക്കര പാനി കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെയാണ് ഉരുള പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെറു ചൂടോടെ ഉരുള പിടിക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. കറക്റ്റ് ബോളായിട്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും ഇങ്ങനെ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇത് കൊച്ചുകുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നമുക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ സ്നാക്സായിട്ട് കൊടുത്തയക്കാൻ പറ്റും. സ്കൂളിൽ വെറുതെ ബിസ്ക്കറ്റൊന്നും കേക്ക് അങ്ങനെയൊക്കെ കൊടുത്തയക്കുന്നതിനേക്കാളും ഒരു ഹെൽത്തിയായ ഒരു സ്നാക്ക് കൊടുത്തയച്ചു എന്നൊരു സന്തോഷവും ഉണ്ടാവും. മാത്രമല്ല വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഇതിനങ്ങനെ വലിയ ചിലവുമില്ല. ഇവിടെ ഞാൻ അങ്ങനെ എല്ലാ മാവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ടോട്ടലായിട്ട് 9 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവലിൻ്റെ ലഡ്ഡു അവൽ ലഡ്ഡു എന്ന് തന്നെ പറയാം. അത് നമുക്ക് ഇവിടെ 9 ബോൾസ് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിലൊന്നും ഒട്ടുമേ ഒട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ 1 ഗ്ലാസ് അവലും 1 പഴവും വെച്ച് നമുക്ക് 9 അവലുണ്ട റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ
ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.